ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുത്തു. പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്നും വീണ്ടും പരിഗണിച്ചതിൽ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും നന്ദിയെന്നും ഡോക്ടർ സജി ഗോപിനാഥ് പ്രതികരിച്ചു. എനിക്ക് വിശ്വാസം അർപ്പിച്ചിട്ടുള്ള സർക്കാരിനും ബഹുമാനപ്പെട്ട ചാൻസലറിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വളരെ വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ്. യൂണിവേഴ്സിറ്റികൾ അക്രോസ് ദി വേൾഡിന് തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്നൊരു സമയമാണ്. കാരണം പണ്ടുള്ള ഒരു 100-500 കൊല്ലമുള്ള പഠന രീതി എല്ലാം മാറുന്നൊരു സമയമാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വളരെ ചലഞ്ചിങ് ആണ്. പക്ഷേ അതേസമയം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു മാറ്റം വരുത്തുവാനും ഒരു ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ മാതൃകയായി മാറ്റുവാനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, മാസങ്ങളായി തുടർന്ന ഗവർണർ സർക്കാർ തർക്കം, അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം നിലച്ചുപോകുന്ന അവസ്ഥ, ഇതിനൊക്കെ പിന്നാലെയാണ് ഇവർ തമ്മിലൊരു സമവായം ഉണ്ടാവുകയും പിന്നീട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ആയി സജി ഗോപിനാഥിന്റെ പേര്, ഒപ്പം KTUവിൽ സിസ തോമസ്. നേരത്തെ സിസ തോമസ് ഇതിനോടകം ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ സജി ഗോപിനാഥും വന്നിരിക്കുകയാണ്. എന്തായിരുന്നു പ്രതികരണങ്ങൾ? നേരത്തെ തുടങ്ങിവെച്ച പല പദ്ധതികളുമുണ്ട്, അതൊക്കെ പൂർത്തീകരിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ മുടങ്ങിപ്പോയ പ്രശ്നങ്ങൾ, പരാതികൾക്കിടയാക്കിയ സംഭവങ്ങളുണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ, അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് നടപടികളായിരിക്കും ഉണ്ടാവുക ഉമേഷ്? സർക്കാർ ഗവർണർ പോര് ഒരു പകുതി രീതിയിൽ അവസാനിച്ചു എന്ന് പറയാം. എന്തായാലും മുഖ്യമന്ത്രി ഗവർണർ സമവായത്തിന് ശേഷം ആദ്യ നിയമനങ്ങളാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC-മാർ. സാങ്കേതിക സർവകലാശാല VC സിസ തോമസ് നേരത്തെ തന്നെ ജോയിൻ ചെയ്തു. സജി ഗോപിനാഥിനെ അദ്ദേഹം മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള റിലീവിംഗ് ആ സമയമെടുത്തു അത് തിരിച്ച് ജോയിൻ ചെയ്യാൻ. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാല ആസ്ഥാനത്തെത്തി ജോയിൻ ചെയ്തു. ഇത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. മുഖ്യമന്ത്രി വലിയ പ്രതീക്ഷയോടുകൂടി വലിയ പദ്ധതികളോടുകൂടി തുടങ്ങിയതാണ് ഈ ഡിജിറ്റൽ സർവകലാശാല. ഇതിൽ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കൊപ്പം വ്യാവസായിക രംഗത്തെ പ്രവർത്തനങ്ങൾ, വ്യവസായ മേഖലയിലെ സംഭാവനകൾ, വ്യവസായ മേഖലയിൽ വിദ്യാർത്ഥികളെ എങ്ങനെ സാങ്കേതികമായി മോൾഡ് ചെയ്യാം, ഒപ്പം വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം, നിരവധി വിശാലമായ കൺസെപ്റ്റോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സർവകലാശാല തുടങ്ങിയത്. പക്ഷേ കാര്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പല പ്രോജക്റ്റുകളിലും പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ മുൻപ് താൽക്കാലിക VC ആയിരുന്ന സിസ തോമസ് ഇപ്പോൾ പല പ്രോജക്റ്റുകളിലും അഴിമതി നടക്കുന്നുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഗവർണർക്ക് കത്തയക്കുകയും അതിൽ CAG ഓഡിറ്റ് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സർവകലാശാല കൂടിയാണ് ഡിജിറ്റൽ സർവകലാശാല. എന്തായാലും രാഷ്ട്രീയമായി ഗവർണർ മുഖ്യമന്ത്രി സമവായം എത്തിയതോടുകൂടി വീണ്ടും സജി ഗോപിനാഥിന് ഡിജിറ്റൽ സർവകലാശാല VC ആയി ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞു. നേരത്തെയും ഡിജിറ്റൽ സർവകലാശാല VC ആയി അദ്ദേഹം കുറച്ചു കാലം ചുമതല വഹിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ അത് തുടർന്നും പ്രവർത്തിക്കാൻ സർക്കാർ താല്പര്യപ്പെടുന്നുണ്ടാകും. അതുകൊണ്ടാകും തന്നെ വീണ്ടും തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം ആദ്യ പ്രതികരണം നടത്തിയത്. എന്തായാലും ചാൻസലർ കൂടിയായ ഗവർണറെ നേരിട്ട് പോയി കാണും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചാൻസലറെ നേരിട്ട് കണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളിൽ സഹകരണങ്ങളും എല്ലാം ആവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ഇനി ഒരു വിവാദമുണ്ടാകാതെ ഡിജിറ്റൽ സർവകലാശാല മുന്നോട്ട് പോകുമോ, ഒപ്പം നേരത്തെ പ്രഖ്യാപിച്ച C&AG ഓഡിറ്റ് അടക്കമുള്ള വിഷയങ്ങൾ, ചില പ്രോജക്റ്റുകളിലെ അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ളവ നിൽക്കുന്നു, അതിൽ എന്ത് നിലപാടെടുക്കും എന്നിവയെല്ലാം നിർണായകവുമാകും. പ്രജിൻ, ശരി. എന്തായാലും KTU VC ആയി സിസ തോമസ് ചാർജെടുത്തിന് പിന്നാലെ നടന്ന ചടങ്ങിൽ ഗവർണർ പങ്കെടുത്തിരുന്നു. ഇവിടെ ഇപ്പോൾ സജി ഗോപിനാഥ് എത്തി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ആയി. ഇനിയിപ്പോൾ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കും, ഗവർണർ എത്തുമോ, CM എത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.